ഓരോ നിമിഷവും നമ്മളെ മുഴുവനിൽ നിർത്തും. അടിപൊളിയാണ്. ഈ ലണ്ടൻ എങ്ങനെയുണ്ട്? ലണ്ടൻ അടിപൊളിയാണ്. ഇത് കണ്ട ഹാപ്പി ആയിട്ടിരിക്കും. കുറച്ച് നാളെ സിനിമ ഇതുപോലൊരു സിനിമ കണ്ടിട്ട് നന്നായിട്ട് കൂടുതൽ ലണ്ടനൊക്കെ കാണിച്ചേക്കുന്നത്. അതൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, സൂപ്പറാ. ഇതുപോലൊരു പടം കണ്ടിട്ട് കുറച്ച് നാളായി. ഇങ്ങനെ വിഷ്വലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ഞാൻ സിനിമ ഇറക്കുകയാണ്, പക്ഷെ അടിപൊളിയാണ്. നമുക്ക് UK പോകാൻ തോന്നുമോ? തീർച്ചയായും പോകാൻ തോന്നുന്നില്ല. ഭയങ്കര സങ്കടം, കുഞ്ഞിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടിപൊളിയാണ്, എല്ലാവരും കാണണം, എല്ലാവരും കാണാനുള്ള അടിപൊളിയാണ്. ഒരു മിനിറ്റ് പോലും ലാഗില്ല. 1.5 പടം, നല്ല ഫാമിലി. ഒരു ഫൈനലിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൊച്ചിനെ അവര് കൊണ്ടുവന്നത് നല്ലൊരു രീതിയിലായിരുന്നു. അതേപോലെ സിനിമയിൽ കൂടുതൽ UK ഒക്കെയാണ് കാണിക്കുന്നത്, ലണ്ടനൊക്കെ. ഭയങ്കര വിഷ്വൽ, നല്ല കാണാനുള്ള അടിപൊളി സ്ഥലങ്ങൾ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്ന് UK പോകാൻ തോന്നുമോ? ഷുവർ, നമുക്ക് ഒരു പ്രാവശ്യം പോയി കാണാം, ഇതൊക്കെ കാണണമെന്ന് തോന്നുന്നു. നല്ല പടമാണ്. ഞാനൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അതിനകത്ത്, കമ്മീഷണറായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒരു ഫാമിലി പാക്ക് പടമാണ്. ഞാൻ ഇപ്പോഴാണ്. പടം നല്ല പടമാണ്, ഭയങ്കര രസമുള്ള പടമാണ്. പിന്നെ വെച്ചാൽ ബിനോദ് ചേട്ടൻ എൻ്റെ സുഹൃത്തു കൂടിയാണ്, അതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ആക്ച്വലി അതിഥി ആയാലും വിനോമോഹനായാലും എന്താ പറയാ, എല്ലാ കുഞ്ഞു പോലും അഭിനയിച്ചേക്കണം. ഭയങ്കര രസമായിട്ട്, ഭയങ്കര മൊമെന്റ് ആണ്. ഫസ്റ്റ് ഹാഫ് നിങ്ങൾ പടം കണ്ടോ? പടം കാണും എന്തായാലും. പടം കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാനുണ്ടാവും. ഭയങ്കര രസമാണ്. ഫസ്റ്റ് ഹാഫ് വരെ നമ്മൾ പിടിച്ചിരിക്കും. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാം. ചന്തുവേട്ടനൊക്കെ ഇത് പറയേണ്ടതറിയില്ല, ഭയങ്കര രസമുള്ള പെർഫോമൻസ്. അതാ പറയുന്നത്. കാരണം വെച്ചാൽ അതിന്റെ ടെറയും പറയുമ്പോൾ സിനിമോട്ടോഗ്രാഫി എന്നൊരു രക്ഷയില്ലാത്ത സിനിമോട്ടോഗ്രാഫിയാണ്. പക്ഷെ നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കാണൂല്ലേ, അതിന്റെ പെർസ്പെക്റ്റീവ് ഒരു ലൈറ്റ് ആയാലും അതിന്റെ സിനിമോട്ടോഗ്രാഫി ആയാലും ഇതൊന്നും പറയാം. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ്. ഇപ്പൊ അടുത്ത് വന്നതിൽ ഏറ്റവും നല്ല സിനിമോട്ടോഗ്രാഫിയിലെ പടം. ഒരു ഡയറക്ഷൻ ലെവലായാലും സാധാരണ നമ്മളെ മലയാള പടത്തിലേക്ക് ഒരു ഇംഗ്ലീഷുകാർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഒരു പ്രശ്നം ഇതിലില്ലേ ഇല്ല എന്നുള്ളത്. ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല, ഭയങ്കര ലൈവായിട്ട് ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഒരു മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്, കണ്ടിരിക്കാം. താങ്ക് യു. ശരിക്കും ഒത്തിരി വലിയ ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അനുവൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ മലയാളത്തിൽ ഒരു പുതിയ താരോദയം ഉണ്ടാകാനുള്ള വലിയ ചാൻസ് അത്രയ്ക്കും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയാ, അവരോടൊക്കെ പറഞ്ഞു തന്നെ നല്ല എൻഗേജിങ് ആണ്, ഒട്ടും ബോറടിക്കില്ല, ഒട്ടും ലാഗില്ല. പിന്നെ എന്റെ പ്രശ്നം, നമുക്കെപ്പോഴും ഒരു സംശയമുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അവിടുത്തെ ലോയും ഒക്കെ ആയിട്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ടോക്സിസിറ്റി, മലയാളി പുരുഷന്മാരുടെ ടോക്സിസിറ്റി ഭയങ്കര അപകടമാണെന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അത് തന്നെ ഇതത് കാണിച്ചത്. അതാണ്. എന്നാൽ സിനിമ ഭയങ്കര ഗംഭീരമാണ്. തീർച്ചയായും നമ്മുടെ പ്രേക്ഷകരെ ഏറ്റെടുക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഫാമിലി എന്റർടൈനർ ആണ്, ഒപ്പം ത്രില്ലറുമാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഇതിന്റെ ഇനി എന്താണ്, അടുത്ത എന്താണെന്നുള്ള ഒരു ആകാംക്ഷ എപ്പോഴും ഉണ്ടാവും. ഭയങ്കര രസം. സെക്കൻഡ് ഹാഫ് ശരിക്കും നമ്മളിങ്ങനെ ആകാംക്ഷയുടെ മുഴുവന് എന്ത് സംഭവിക്കും ഇനി എന്നുള്ളത്. നല്ല മൂവിയായിരുന്നു. അവരൊന്നും എടുക്കുന്നില്ലേ മറ്റേ വൈറൽ ചേട്ടനൊക്കെ? നല്ല മൂവിയാണ്. സെക്കൻഡ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആണ്. പോരാത്തതിന് ക്ലൈമാക്സിൽ നല്ല ഹ്യൂമർ ഉണ്ട്. എല്ലാം കൊണ്ട് വളരെ രസമാണ്. Very lovely movie ആണ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ very amazing movie. നല്ല ഫാമിലി സ്റ്റോറി അല്ല, നല്ല മൂവിയാണ്. UK ഷൂട്ടിംഗ് ആണ്. ഞാൻ ഷൂട്ടിംഗ് കണ്ടാണ്, നല്ല രസമാണ് കാണാന്. പിന്നെ very relatable മൂവിയാണ്. എന്നാ പറഞ്ഞ just a family movie. Yeah, very family movie. Like ഒത്തിരി മലയാളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് വരുമ്പോ അങ്ങോട്ട് UK ജോലി ചെയ്യാൻ പോകും. പിന്നെ like same experience. They're based on a true story. Which genre of this film? What was that? Which like it was a thriller. Genre like family thriller suspense movie. Yeah. Okay.